ഇതൊക്കെ മറച്ചു വെക്കാൻ ഇവിടെ ആരോട് മറച്ചു വെക്കാൻ? ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. ഈ ആക്ഷേപം പറയുന്ന ഡയറക്ടർ ബോർഡ് ഉണ്ടല്ലോ, അവർ ചുമതലയേക്കുമ്പോൾ 2000 കോടിയിൽ താഴെയായിരുന്നു KFCയുടെ വിൽപ്പന വായ്പ കൊടുക്കുന്നത്. അത് 4000-ൽ പരം കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അവർ വാണിജ്യ ബോണ്ടിറക്കി മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിച്ചാണ് ഈ വായ്പ നൽകിയത്. NBFC ആയിരുന്നു NP ആയിരുന്നത് ഏതാണ്ട് 10.5% 4.5% പാടുള്ളൂ. ആ 4.5% താഴ്ത്തുകൊണ്ടു. ഇങ്ങനെയുള്ളൊരു ഡയറക്ടർ ബോർഡ് എടുക്കുന്ന തീരുമാനമാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇവർക്ക് മാത്രമല്ലല്ലോ, നബാർഡിന് 2000 കോടി രൂപയാണ് അവിടെ ഡെപ്പോസിറ്റ് ഉള്ളത്. കാനറ ബാങ്ക് തുടങ്ങിയിട്ടുള്ള 3 ബാങ്കുകൾക്ക് 700 കോടി രൂപ വെച്ച്. ഇതൊക്കെ ബിസിനസ് ജഡ്ജ്മെന്റ് ആണെന്ന് അതിനുള്ള ഇതൊക്കെയാണ് അദ്ദേഹം ഹാജരാക്കേണ്ട തെളിവുകൾ. ഞാൻ പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ മറുപടി പറയാം. തെളിയിക്കേണ്ടത് ഒന്ന്, അത് റേറ്റിംഗ് കമ്പനികളെ റേറ്റിംഗ് ഉയർത്തി വെപ്പിച്ചു, അന്ന് അഴിമതിയാണ്. 2, കോട്ട് ചെയ്തപ്പോൾ മറ്റ് കമ്പനികൾ അവർ താഴ്ത്തി വെച്ചു, എങ്കിൽ അതിൽ അഴിമതിയുണ്ട്. തെളിവ് വെക്കണ്ടേ? അപ്പോൾ ഇന്നിപ്പോൾ ഈ 60 കോടി രൂപയും പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ 52% തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാ, നമുക്ക് പൂർണ്ണമായിട്ട് പണം കിട്ടണം എന്ന നിലപാട് നെഗോഷിയേഷൻസ് നടക്കും. അത് പോരല്ലോ, കാരണം 60 കോടി രൂപ നിക്ഷേപിക്കുന്നു. 2018 നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ സമയം കൊണ്ട് പ്രതിപക്ഷം പറയുന്ന പോലെ 101 കോടിയെങ്കിൽ നമുക്ക് കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ അത്രയും കിട്ടുകയില്ല. 60 കോടി നിക്ഷേപിച്ചിൽ ആകെ കിട്ടിയത് 7 കോടി ചിലവയാണ്. അത് പോരല്ലോ. ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന എന്തിനാ 60 കോടി രൂപ നിക്ഷേപം നടത്തിയത്? 250 കോടി രൂപയുടെ ബോണ്ട് ഇറക്കുന്നതിന് യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണ്. ഇത് ബിസിനസിൻ്റെ ഭാഗമാണെന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ചെയ്ത് അതിൽ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ റേറ്റിംഗ് കൂടും. അങ്ങനെ വെറും റേറ്റിംഗ് ഉണ്ടായ കമ്പനിക്ക് AA റേറ്റിംഗ് ആയി. നമ്മൾ ബോണ്ട് ഇറക്കി പണം മേടിച്ചു, അത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 2000 കോടി ഉണ്ടായിരുന്ന വായ്പ നാട്ടിൽ 4000 കോടിയായി. അതിൽ നിന്നുള്ള വരുമാനമില്ലേ? ആ ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പോൾ ആക്ഷേപം പറയുന്നവർ തെളിയിക്കേണ്ടത് KFC റേറ്റിംഗ് കമ്പനികളെ സ്വാധീനിച്ച് ഉയർത്തി വെപ്പിച്ചു.